Welcome back to Anam's Kitchen. Hi dears, Assalamu alaikum. ഇന്നത്തെ റെസിപ്പി നമുക്ക് അമൃതം പൊടിയും പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ അടുപ്പിലേക്ക് ഒരു പാൻ വെക്കാം. എന്നിട്ട് ഈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നെയ്യിന് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെ നെയ്യൊക്കെ ചൂടായി വന്നതിന് ശേഷം നന്നായിട്ട് പഴുത്ത 2 പഴം ചെറുതായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തത് പാനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആയിരിക്കും ഈ പലഹാരം കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ പഴമൊക്കെ നല്ലപോലെ ഒന്ന് വാടിയിട്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെയ്യിലേക്ക് പഴവും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്നും ചേർത്ത് കൊടുക്കാതെയും കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പലഹാരം. പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും. അങ്ങനെ ഈ തേങ്ങയും പഴവും ഒക്കെ നല്ല പോലെ ഒന്ന് വാടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവിൽ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും പിന്നെ നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ല പോലെ ഒന്ന് വാടിയിട്ട് മിക്സ് ആയിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാനെടുത്ത പഴം നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വാടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല പോലെ തണുത്ത് കിട്ടാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അമൃതം പൊടിയാണ്. അപ്പോൾ 1 കപ്പ് അമൃതം പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മെഷർമെൻറ്റ് കപ്പ് കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും വലിയ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അമൃതം പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണിത്. ഞാനിപ്പോൾ ഇവിടെ 2 അച്ച് ശർക്കരയിലേക്ക് നമ്മൾ അമൃതം പൊടി അളന്നെടുത്തിരുന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്ലാസ്സിലാണ് അമൃതം പൊടി അളന്നെടുക്കുന്നതെങ്കിൽ നമ്മൾ അമൃതം പൊടി അളന്നെടുത്തിരുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ അത്രയും അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കി എടുത്താലും മതിയാവും. അങ്ങനെ ശർക്കര വെള്ളം ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല, നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഈ അമൃതം പൊടി നല്ല പോലെ ഒരു മാവാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മാവൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മാവിൻ്റെ പരുവം പറയുകയാണെങ്കിൽ കൂടുതൽ കട്ടിക്കുമല്ല എന്നാലും അധികം ലൂസായിട്ടല്ല ആ ഒരു രീതിയിലുള്ള മാവാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് തണുത്ത് കിട്ടിയിട്ടുള്ള ഈ പഴത്തിൻ്റെയും തേങ്ങയുടെയും കൂട്ട് നമുക്ക് ഇതിലേക്ക് മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ പഴവും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുവാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉരുക്കിയെടുത്തിരുന്ന ശർക്കര വെള്ളം മുഴുവനായിട്ടും പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നമ്മൾ നേരത്തെ പഴം വാട്ടിയെടുത്തിരുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പലഹാരം ഒന്നും കൂടെ ടേസ്റ്റും പിന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. നെയ്യും കൂടെ ചേർത്ത് നന്ന പോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മളിത് അമൃതം പൊടി വെച്ചിട്ടുണ്ടാക്കി എടുക്കുന്ന പലഹാരം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതും. അങ്ങനെ നമ്മൾ മാവൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ബാറ്റർ ഈ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഓയിലൊക്കെ തടവിയതിന് ശേഷം അടിഭാഗത്തായിട്ട് ബട്ടർ പേപ്പറിന് പകരമായിട്ട് ഞാനിപ്പോൾ ഒരു വായിലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വായില വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി കേക്ക് ടിന്നൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു പലഹാരം വേവിച്ചെടുക്കാനായിട്ട് നേരത്തെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഇതുപോലുള്ള റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് നമ്മുടെ ഈ മാവിന് വെച്ചിട്ടുള്ള പാത്രം ഇതിന് മുകളിലേക്കായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ കൈപ്പൊള്ളി പോവാതെ സൂക്ഷിച്ചിട്ട് പാത്രം ഇറക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് ഒരു അടപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഈ അടപ്പിന് മുകളിലേക്കായിട്ട് വേണം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റ് വരെ ഈ ഒരു പലഹാരം വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മളെടുക്കുന്ന ഓരോ പാത്രത്തിൻ്റെ വലുപ്പത്തിനും കട്ടിക്കും ഒക്കെ അനുസരിച്ച് നമുക്ക് ഈ ഒരു പലഹാരം കുക്കായിട്ട് കിട്ടാൻ എടുക്കുന്ന സമയത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാനും മതി. ഇപ്പോൾ ഏകദേശം 28 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ അടപ്പും തുറന്ന് നോക്കിയിട്ട് പലഹാരം കുക്കായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇൻസെർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ടൂത്ത് പിക്കിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ പാത്രം പുറത്തേക്ക് എടുക്കാം. ഇനി നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി. നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. സൈഡ് വശങ്ങളൊക്കെ തനിയെ തന്നെ വിട്ടു പോന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഇനി വാഴയില പതുക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ വാഴയിലയുടെ ആ ഒരു മണവും പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതും ആയതുകൊണ്ടും പിന്നെ അമൃതം പൊടി വെച്ചിട്ടുണ്ടാക്കി എടുത്തതുകൊണ്ടും ആയതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഈ പലഹാരം നല്ല ഹെൽത്തി ആയിട്ടുള്ള, കഴിക്കാനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് തന്നെ ഒന്ന് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.